നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ക്വാർട്ടൈൽസ്, ഡെസൈൽസ് ആൻഡ് പെർസെൻറ്റേൽസ് അത് പഠിച്ചെടുക്കാം. അപ്പോൾ എന്താണ് ക്വാർട്ടൈൽസ്, എന്താണ് ഡെസൈൽസ്, എന്താണ് പെർസെൻറ്റേൽസ്? അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ആദ്യം ക്ലിയർ ആക്കണം. അതിനുശേഷം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മൾ പഠിച്ചെടുക്കും. ഇപ്പോൾ ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ സീരീസ് ഇൻറ്റു എ നമ്പർ ഓഫ് ഈക്വൽ പാർട്സ് ആർ കോൾഡ് ദ പാർട്ടീഷൻ വാല്യൂസ്. അപ്പോൾ നമുക്കിതിൽ പാർട്ടീഷൻ വാല്യൂസ് എന്നാണ് ഇതിനൊക്കെ പറയുന്നത്. ക്വാർട്ടൈൽസ് ആണെങ്കിലും ഡെസൈൽസ് ആണെങ്കിലും പെർസെൻറ്റേൽസ് ആണെങ്കിലും മീഡിയൻ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം പാർട്ടീഷൻ വാല്യൂസ് ആണ്. അപ്പോൾ അതായത് ഒരു സീരീസ്, ഒരു ഡാറ്റാ സെറ്റിന് കുറേ നമ്പേഴ്സിന് നമുക്ക് തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ആ വാല്യൂവിനെയാണ് നമ്മൾ പാർട്ടീഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മീഡിയൻ, ക്വാർട്ടൈൽ, ഡിസൈൽസ്, പെർസെൻറ്റേൽസ് എക്സെട്ര ആർ ദി ഇമ്പോർട്ടൻറ്റ് പാർട്ടീഷൻ വാല്യൂസ് അല്ലേ. ഇനി നമുക്ക് മീഡിയൻ ഈസ് ദി വാല്യൂ ഓഫ് ദി വേരിയബിൾ വിച്ച് ഡിവൈഡ്സ് ദ ഗ്രൂപ്പ് ഇൻ ടു ഈക്വൽ പാർട്സ്. നമ്മളൊരു ഡാറ്റാ സെറ്റിനെ നമ്മുടെ ഈക്വൽ പാർട്സായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് തരംതിരിക്കുമ്പോൾ അതിൽ സെൻട്രൽ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുക? മീഡിയൻ എന്ന് വിളിക്കുക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ക്വാർട്ടൈൽസിലേക്ക് വരുവാണെങ്കിൽ ദ വാല്യൂസ് വിച്ച് ഡിവൈഡ് ദ ഗിവൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻറ്റു 4 ഈക്വൽ പാർട്സ് ആർ നോൺ ആസ് ക്വാർട്ടൈൽസ്. അതായത് നമുക്ക് ഒരു സീരീസിനെ, ഗിവൺ ഡിസ്ട്രിബ്യൂഷനെ, ഒരു ഡാറ്റാ സെറ്റിനെ നമ്മൾ 4 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ നമുക്ക് മീഡിയൻ എന്ന് പറഞ്ഞാൽ സെൻട്രൽ വരും. അപ്പോൾ ഇവിടെ ക്വാർട്ടൈൽസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വര, ഇവിടെ ഒരു വര ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ അങ്ങനെ Q1, Q2, Q3 അങ്ങനെ 3 ക്വാർട്ടൈൽസ് ആയിരിക്കും നമുക്കുള്ളത്. നമ്മൾ 4ആയിട്ട് തരംതിരിക്കാൻ നമുക്ക് 3 വരകൾ മതി അല്ലേ. ഇത് ഒന്നാമത്തെ, ഇത് 2, ഇത് 3, ഇത് 4 അല്ലേ. അങ്ങനെ 4 ഭാഗങ്ങളാക്കാൻ വേണ്ടി നമുക്ക് 3 വരകൾ മതിയല്ലോ. അപ്പോൾ ഈ ഓരോ വരകളെയാണ് നിങ്ങൾ ക്വാർട്ടൈൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മളങ്ങനെ തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ വാല്യൂവിനെ, അതിനെ നമുക്ക് ക്വാർട്ടൈൽ എന്ന് പറയും. അപ്പോൾ 3 ക്വാർട്ടൈൽ ഉണ്ടാവുക. Q1, Q2, Q3 എന്ന് പറഞ്ഞ് ക്വാർട്ടൈലുകൾ 3 ക്വാർട്ടൈലുകളായിരിക്കും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഉണ്ടാകുക. അപ്പോൾ Q1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാർട്ടൈലാണ്, സെക്കൻഡ് ക്വാർട്ടൈലാണ് Q2 എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി Q2 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയൻ തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. Q2 ഈസ് ഈക്വൽ ടു മീഡിയൻ, അതായത് സെൻട്രൽ പോർഷനിൽ വരുന്നതാണല്ലോ. ഇത് തന്നെയാണ് Q2, ഇത് തന്നെയാണ് മീഡിയനും അല്ലേ. ഇനി Q1 ആയിരിക്കും ഏറ്റവും ചെറുത്, അതിനേക്കാളും വലുത് Q2 ആയിരിക്കും, അതിനേക്കാളും വലുത് Q3 ആയിരിക്കും. അങ്ങനെ നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നമുക്ക് ക്വാർട്ടൈൽസ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രോബ്ലംസ് ചെയ്യണം. നമുക്ക് അതിന് മുമ്പായിട്ട് പെർസെൻറ്റേൽസും എന്താണെന്നുള്ളത് മനസ്സിലാക്കാം, ഡിസൈൽസും എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ ഡിസൈൽസ് ആണ്, സ്പെല്ലിംഗ് ഓർത്തിരിക്കുക, DECILES അല്ലേ. അപ്പോൾ ഡിസൈൽസ് ഡിവൈഡ്സ് ദ സീരീസ് ഇൻറ്റു 10 ഈക്വൽ പാർട്സ്. അപ്പോൾ ക്വാർട്ടൈൽസ് 4 ആണെങ്കിൽ ഡിസൈൽസ് ഒരു സീരീസിനെ 10 ആയിട്ടാണ് തരംതിരിക്കുന്നത് അല്ലേ, 10 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ D1 തൊട്ട് D9 വരെ 9 ഡിസൈൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ക്വാർട്ടൈൽസ് 4ആയിട്ട് തരംതിരിക്കുമ്പോൾ നമുക്ക് എത്ര ക്വാർട്ടൈലാണുള്ളത്? 3 ക്വാർട്ടൈലാണല്ലേ. നമുക്ക് 10ആയിട്ട് ഡിസൈൽസ് തരംതിരിക്കുമ്പോൾ അതിൽ എത്ര ഡിസൈൽസ് ഉണ്ടാവും? 9 ഡിസൈൽസ് അല്ലേ. ഒരെണ്ണം എണ്ണം കുറച്ച് കൂട്ടിയാൽ മതി. പെർസെൻറ്റേൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിവൈഡ്സ് ദ സീരീസ് ഇൻറ്റു 100 ഈക്വൽ പാർട്സ് അല്ലേ. 100 ഈക്വൽ പാർട്സ് ആയിട്ട് തരംതിരിക്കുമ്പോൾ എത്ര ഡിസൈലുകൾ ഉണ്ടാവും? 99 ഡിസൈൽസ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക, കണ്ടുപിടിക്കേണ്ടി വരിക അല്ലേ. അപ്പോൾ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. P99 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേൽ 99 ആണ്, P99. അപ്പോൾ D5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈൽസ് 5 ആണ്, Q1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാർട്ടൈൽ 1 ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആ രീതിയിലായിരിക്കും വരിക. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും ഇതെല്ലാം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഭാഗത്തേക്ക് നമുക്ക് പോകാവുന്നതാണ്. നോക്കുക, ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ്, ഈ 2 സീരീസിലും നമുക്ക് ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാവുന്ന ഇക്വേഷൻ തന്നെയാണ്, കാരണം നമ്മൾ മീഡിയനിൽ പഠിച്ച ആ ഇക്വേഷൻ്റെ ചെറിയ മോഡിഫിക്കേഷൻ മാത്രമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ക്വാർട്ടൈൽസിൻ്റെ കേസിന് ആദ്യം നോക്കാം. അതായത് Q1, Q2, Q3 അല്ലേ. അങ്ങനെ 3 ക്വാർട്ടൈൽസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് Q1 കണ്ടുപിടിക്കാൻ വേണ്ടി n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റം അല്ലേ, n+1 ഡിവൈഡഡ് ബൈ 4th ഐറ്റമാണ് നമുക്ക് Q1 കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ മീഡിയൻ കണ്ടുപിടിച്ചപ്പോൾ എങ്ങനെയായിരുന്നു? മീഡിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ n+1 ഡിവൈഡഡ് ബൈ 2 ആയിരുന്നു അല്ലേ. അതായത് മീഡിയൻ 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതുകൊണ്ട് നമ്മൾ 2 എന്ന് ഉപയോഗിച്ചു. അപ്പോൾ ക്വാർട്ടൈൽ നമ്മൾ എപ്പോഴും ഈ ഒരു ഡിനോമിനേറ്ററായിട്ട് വരുന്നത് 4 ആയിരിക്കണം. 4 ഭാഗങ്ങളായിട്ടല്ലേ നമ്മൾ ക്വാർട്ടൈൽ തരംതിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 4 എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ Q2ലേക്ക് വരുവാണെങ്കിൽ നമുക്ക് n+1 ഡിവൈഡ് ബൈ 4 അവിടെ അതുപോലെ തന്നെയുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ ഈ 2നെ നമ്മൾ മൾട്ടിപ്ലൈ ഒന്നും ചെയ്യണം അല്ലേ. അപ്പോൾ 2n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം എന്ന് വരും. Q3 ആണെങ്കിലോ 3n+1 ഡിവൈഡ് ബൈ 4th ഐറ്റം അല്ലേ. അപ്പോൾ ഇത്രയും വ്യത്യാസമേ ഉള്ളൂ നമുക്കിതിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. സാധാരണ മീഡിയം കണ്ടുപിടിക്കുന്ന പോലെ n+1 ഡിവൈഡ് ബൈ 2ന് പകരം 4 എന്ന് എഴുതും. പിന്നീട് നമ്മൾ Q2 ആണെങ്കിലും Q3 ആണെങ്കിലും അതിനനുസരിച്ച് 2ഉം 3യും കൂടെ നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും അല്ലേ. അങ്ങനെ കിട്ടുന്ന ഐറ്റം ആയിരിക്കും ക്വാർട്ടൈലിൻ്റെ ഐറ്റം വരിക. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഡിസൈൽസിൻ്റെ കൂടെ നമുക്ക് നോക്കാം. ഡിസൈൽസിൻ്റെയും പെർസെൻറ്റേജിൻ്റെയും നോക്കി പോകാം. ഡിസൈൽസിൽ ഇപ്പോൾ D1 ആണെങ്കിൽ
അവിടെ n+1/10 എന്ന് വരും അല്ലേ. അപ്പോൾ ഡിസൈൽ എന്ന് വെച്ചാൽ 10 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്ററായിട്ട് വരേണ്ടത് 10 ആണ്. ഇനി D2 ആണെങ്കിൽ n+1/10 തന്നെയാണ്. അതിന് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ, കാരണം ഇവിടെ 2 വന്നിരിക്കുന്നതുകൊണ്ട്. നമുക്ക് D4 ആണെങ്കിലോ 4n+1/10 ഐറ്റമായിട്ട് വരും അല്ലേ. D9 ആണെങ്കിൽ അത് 9n+1/10 ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഓർത്തിരിക്കുക. ഡിസൈൽസ് ആണെങ്കിൽ എപ്പോഴും 10 ആണ് അടിയിൽ വരുന്നത് അല്ലേ, ഡിവൈഡഡ് ബൈയുടെ അടിയിൽ വരുന്നത് 10 ആണെന്ന് ഓർത്തിരിക്കുക. പിന്നീട് D2, D4, D9 അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? 4 കൊണ്ട് അല്ലെങ്കിൽ 9 കൊണ്ടൊക്കെ ഇതിനെ n+1 മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അതിനുശേഷമാണ് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുക. പെർസെൻറ്റേജസും ഇത് വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാം. P1 ആണെങ്കിൽ അപ്പോൾ എങ്ങനെ വരും? n+1/100 തൈറ്റം അല്ലേ, കാരണം 100 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് പെർസെൻറ്റേജിൽ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ /100 എന്ന് എഴുതുന്നത്. അപ്പോൾ P2 ആണെങ്കിലോ 2n+1/100 എന്ന് വരും അല്ലേ. 2n+1/100, അത് P2 ആയതുകൊണ്ടാണ് ഈ 2 ആണ് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ P40 ആണെങ്കിലോ P40യോ P45 എന്തും വരാം അല്ലേ. P40 ആണെങ്കിൽ 40n+1/100 ഐറ്റം. P60 ആണെങ്കിൽ 60n+1/100 ഐറ്റം. P99 ആണെങ്കിൽ P99 വരെ വരാം അല്ലേ, 99n+1/100 ഐറ്റം അങ്ങനെ വരും. നമുക്ക് കണ്ടിന്യൂസ് സീരീസിലുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലും ഡിസ്ക്രീറ്റ് സീരീസിലും എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇൻഡിവിജ്വൽ ഒബ്സർവേഷനുള്ള ഒരു പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് മീഡിയൻ, ക്വാർട്ടൈൽസ്, D4 ആൻഡ് P60. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. മീഡിയൻ കണ്ടുപിടിക്കണം, ക്വാർട്ടൈൽസിൽ നമുക്ക് Q1, Q2, Q3 അല്ലേ, 3 കണ്ടുപിടിക്കണം. അതുകൂടാതെ ഡെസൈൽസിൽ നമ്മൾ D4, ദെൻ പെർസെൻറ്റേജിൽ P60. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻഡിവിജ്വൽ സീരീസിൽ മനസ്സിലാക്കേണ്ടത്. ഇൻഡിവിജ്വൽ സീരീസ് എന്നുള്ളത് ഓർത്തിരിക്കുക, നമുക്ക് ഫ്രീക്വൻസി ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ ഒരു ഡാറ്റ സെറ്റ് മാത്രം തരുന്നതിനാണ് നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻഡിവിജ്വൽ സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് അസെൻഡിങ് ഓർഡറിൽ നമ്മളാക്കണം. അതായത് ഏറ്റവും ചെറുത് മുതൽ തൊട്ടടുത്ത വലുത്, അതുപോലെ ഏറ്റവും വലുത് അവസാനം വരുന്ന രീതിയിൽ അസെൻഡിങ് ഓർഡറിൽ നമ്മൾ മീഡിയനിൽ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെയും അസെൻഡിങ് ഓർഡറിൽ ആക്കാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലാക്കുമ്പോൾ 2, 7, 8, 12 തൊട്ട് നമുക്ക് 45 വരെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ ആദ്യം ഡാറ്റ ഒന്ന് എഴുതി വയ്ക്കുക. അതിനുശേഷം നമുക്ക് മീഡിയം കണ്ടുപിടിക്കണം അല്ലേ. മീഡിയം കണ്ടുപിടിക്കാൻ നമുക്കറിയാം n+1/2 ഐറ്റമാണ് അല്ലേ. ഇവിടെ n എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ സീരീസിലെ n എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ എത്ര സംഖ്യകളുണ്ടോ അത് നമ്മൾ എണ്ണി നോക്കണം അല്ലേ. ഇതെല്ലാം നമ്മൾ എണ്ണി നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കിവിടെ 15 ഐറ്റം കിട്ടും. അപ്പോൾ 15 + 1/2, അപ്പോൾ അതായത് 16/2 8 ഐറ്റമാണ് വരുന്നത് അല്ലേ. 8 ഐറ്റം എന്നുള്ളത് വരുന്നത് നമുക്ക് ഇവിടെ നിന്നോട്ട് 1, 2, 3, 4 അങ്ങനെ എണ്ണി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും 25 8ാമത്തെ ഐറ്റമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് മീഡിയൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കാൻ നമ്മളത് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് Q1ഉം Q2ഉം Q3യും കണ്ടുപിടിക്കണം അല്ലേ. Q1 എന്ന് പറയുമ്പോൾ n+1/4 ഐറ്റമാണ് അല്ലേ. അപ്പോൾ 15 + 1 16/4 എന്ന് വരും. അപ്പം 4 എന്ന് വരും 4th ഐറ്റം അല്ലേ. 4th ഐറ്റം എത്രയാണ് വരുന്നത്? 4th ഐറ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 12 ആണ് വരുന്നത് അല്ലേ. ഇതാണ് Q1. അടുത്ത നമുക്ക് Q2 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താണ്? Q2 എന്ന് പറയുന്നത് മീഡിയൻ തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ Q2 പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. Q2 = മീഡിയൻ അല്ലേ, 25 തന്നെയാണ്. നമുക്ക് ചെയ്ത് നോക്കിയാലും അത് തന്നെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി Q3 കണ്ടുപിടിക്കാം. Q3 എന്ന് പറയുമ്പോൾ 3n+1/4 ആണ് അല്ലേ. അതായത് 15 + 1 × 3, അപ്പോൾ 48 എന്ന് വരും, /4 അല്ലേ. അപ്പോൾ നമുക്ക് 12th ഐറ്റം എന്ന് വരും. അപ്പോൾ 12th ഐറ്റം ഇവിടെ വരുന്നത് നമുക്കറിയാം 35ാമത്തെ ഐറ്റമാണ് 12th ഐറ്റമായിട്ട് വരുന്നത് അല്ലേ. മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ 12ാമത്തെ ഐറ്റം നമ്മൾ നോക്കുക. അപ്പോൾ 35 എന്ന് വരും. അപ്പോൾ 35 ഇവിടെ Q3 ആയിട്ട് വരിക. ഇനി D4 നോക്കുക. D4 എന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ ഓഫ് 4n+1/10 ഐറ്റമാണ് അല്ലേ. ഡിസൈലാണ് അല്ലേ. ഡിസൈൽ ആയതുകൊണ്ടാണ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. D4 ആയതുകൊണ്ട് നമ്മൾ n+1നെ 4 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് 15 + 1 × 4/10 എന്ന് വരും. അപ്പോൾ നമുക്ക് 6.4 എന്ന് പറഞ്ഞുകൊണ്ട് ഡെസിമൽ സംഖ്യ വരും. അപ്പോൾ ഇങ്ങനെ ഡെസിമൽ സംഖ്യ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ 6.4 ആണെങ്കിൽ നമ്മൾ ആദ്യം ഈ 6 ഇങ്ങോട്ട് എടുക്കുന്നു. 6 അല്ലേ, അതായത് 6th ഐറ്റം നമ്മൾ ഈ ഡാറ്റ സെറ്റിൽ നമ്മൾ 6th ഐറ്റം എണ്ണി നോക്കണം അല്ലേ. അതായത് 1, 2, 3, 4, 5, 6, 20 6th ഐറ്റമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 20 എന്ന് എഴുതുന്നു അല്ലേ. 20 പ്ലസ് ഇനി നമുക്ക് 0.4 നോക്കേണ്ടത് അടുത്തതാണ്. 0.4 6.4 എന്നാണ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ 6th ഐറ്റം നോക്കി 20 എടുത്തെഴുതി. അതിനുശേഷം 0.4. ഈ 0.4 എവിടെയാണ് വരുന്നത്? 6th ഐറ്റം കഴിഞ്ഞിട്ട്, അതായത് 7ാമത്തെ ഐറ്റം 20നും 22നും ഇടയ്ക്കാണല്ലേ വരുന്നത്. 6.4 എന്ന് പറയുമ്പോൾ അതിലായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സംഖ്യയിൽ നിന്ന് 22 - 20, അതായത് 7th ഐറ്റം - 6th ഐറ്റം, അതിനെ നമ്മൾ 0.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓർത്തിരിക്കുക, 6th ഐറ്റം എന്ന് പറയുമ്പോൾ 6th ഐറ്റം നമ്മൾ എടുത്ത് എണ്ണി എഴുതി. അതിനുശേഷം പോയിൻ്റ് ഐറ്റം ഉണ്ടെങ്കിൽ, ഡെസിമൽ പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സംഖ്യയിൽ നിന്ന് 7ാമത്തെ ഐറ്റത്തിൽ നിന്ന് 6ാമത്തെ ഐറ്റം കുറച്ചിട്ട്, അതായത് ഇതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട്
അതിനെ 0.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 22 മൈനസ് 20 അല്ലേ, 22 അടുത്ത ഐറ്റം, അത് മൈനസ് 20 2 കിട്ടും. 2 ഇൻറ്റു 0.4 അല്ലേ, 2 ഇൻറ്റു 0.4 എന്ന് പറയുമ്പോൾ നമുക്ക് 0.8 കിട്ടും അല്ലേ. അപ്പോൾ 20 പ്ലസ് 0.8 20.8 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡെസിമൽ പോയിന്റ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് P60 പെർസെൻറ്റേജിൽ നോക്കാം. 60 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 100 ആയിട്ടാണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര വരും, 960 ഡിവൈഡ് ബൈ 100 എന്ന് വരും. അപ്പോൾ 9.68 എന്ന് വരും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യണം, 9ാമത്തെ ഐറ്റം എണ്ണി എടുക്കണം അല്ലേ. 9ാമത്തെ ഐറ്റം ഇവിടെ നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 9 26 എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മൾ 26 അങ്ങോട്ട് എടുത്തെഴുതുന്നു. 26 പ്ലസ് ഇനി നമുക്ക് ബാക്കിയുള്ള എന്താണ്, 9.6 ആയിരുന്നു അല്ലേ. 0.6നെ നമ്മൾ തൊട്ടടുത്ത സംഖ്യ, നമുക്ക് 26 കഴിഞ്ഞിട്ട് മുകളിൽ വരുന്നത് തൊട്ടടുത്ത സംഖ്യ 28 ആണല്ലേ. 28 മൈനസ് 26 ഡിഫറൻസ് എടുത്തിട്ട് അതിന് നമ്മൾ 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് 1.2 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 26 പ്ലസ് 1.2 നമുക്ക് 27.2 നമുക്ക് P60യുടെ ആൻസർ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസ് കൂടെ നമുക്ക് നോക്കാം. ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണ് ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസും ഡിസ്ക്രീറ്റ് സീരീസും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതും വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതുള്ളൂ. അപ്പോൾ മീഡിയം കണ്ടുപിടിക്കണം, ക്വാർട്ടൈൽ കണ്ടുപിടിക്കണം, D6ഉം P40 കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്ക് സൈസ് ഓഫ് ദി ഷൂ എന്ന് പറഞ്ഞുകൊണ്ട് എക്സ് ഐറ്റം തന്നിട്ടുണ്ട്. നമുക്ക് നമ്പർ ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീക്വൻസി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ ഫ്രീക്വൻസിയുടെ ഉള്ളതുകൊണ്ടാണ് നമ്മളതിനെ ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമുക്ക് മീഡിയനും ക്വാർട്ടൈൽസിലും കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എടുത്തെഴുതുക. ഇവിടെ നമുക്ക് നോക്കുക, 4 എഴുതി, 4.5 എഴുതി, 5 എഴുതി, 5.5 എഴുതി. ഇപ്പോൾ നമുക്ക് ഓർഡറിൽ തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അതേപോലെ തന്നെ എടുത്തെഴുതുക. അതിനുശേഷം ഫ്രീക്വൻസിയും അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഇങ്ങോട്ട് എടുത്തെഴുതി, എക്സ് എഫ് എഴുതി. അതിനുശേഷം നമുക്കിവിടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കണ്ടുപിടിക്കണം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിനും കണ്ടിന്യൂസ് സീരീസിലൊക്കെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ആദ്യത്തെ ഫ്രീക്വൻസി എടുത്തെഴുതി, അതിനുശേഷം 20ൻ്റെ കൂടെ തൊട്ടടുത്ത ഫ്രീക്വൻസി 36 കൂട്ടി 56 എഴുതി. പിന്നെ കൂട്ടി അങ്ങ് പോയാൽ മതി അല്ലേ. 56 പ്ലസ് 44 100, 100 പ്ലസ് 50 150. ആ രീതിയിൽ നമ്മൾ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n+1 ഡിവൈഡ് ബൈ 2 ഐറ്റമാണ് അല്ലേ. അതായത് n എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എടുക്കേണ്ടത് നമുക്ക് ഫ്രീക്വൻസിയുടെ ടോട്ടലാണ്. ഫ്രീക്വൻസി ടോട്ടൽ എന്ന് വെച്ചാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ലാസ്റ്റ് ഐറ്റം ആയിരിക്കും ഫ്രീക്വൻസി ടോട്ടൽ 310 അല്ലേ. അതല്ല നമുക്ക് ഈ ഫ്രീക്വൻസി ഇങ്ങനെ തന്നെ മൊത്തത്തിൽ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും, 310 എന്നുള്ളത് ടോട്ടലായിട്ട് കിട്ടും. അപ്പോൾ ഈ n എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ ടോട്ടലാണെന്നുള്ളത് ഇവിടെ യാതൊരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്ക് നോക്കാം, n+1 ഡിവൈഡ് ബൈ 2 ഐറ്റം അല്ലേ. അതായത് 311 ഡിവൈഡ് ബൈ 2 155.5 അല്ലേ. അതായത് 155.5 ഐറ്റം എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 155 എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഈ കോളത്തിലാണ്. 155 വരുന്നത് ഇവിടെയാണല്ലേ, 150നും 230നും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോളം അല്ലേ, തൊട്ടടുത്ത ഹയർ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്ന ഈ ഐറ്റത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു വാല്യൂ 6 എന്നുള്ളതായിരിക്കും നമുക്ക് മീഡിയൻ ആയിട്ട് ലഭിക്കുന്നത് അല്ലേ. അങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക. ഇനി Q1 ആണെങ്കിലോ, Q1 ആണെങ്കിൽ n+1 ഡിവൈഡ് ബൈ 4 ഐറ്റമാണ് അല്ലേ. അതായത് 311 ഡിവൈഡ് ബൈ 4, അപ്പോൾ 77.75 ഐറ്റം വരും അല്ലേ. അതും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നോക്കുക. 77 പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 100 ആണ് വരുന്നത് അല്ലേ. 77 56 കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം വരുന്നത്, 77 വരുന്നത്. അപ്പോൾ 100 തൊട്ടടുത്ത ആ ഹയർ വാല്യൂ എടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ് അതിൻ്റെ Q1 ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അല്ലേ. 5 എന്ന് കിട്ടും. ഇനി Q3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് Q2 അറിയാം. Q2 എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്, മീഡിയം തന്നെയാണ്. നമുക്കിനി Q3 കണ്ടുപിടിച്ചാൽ മതി. Q3 കണ്ടുപിടിക്കുമ്പോൾ 3 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 4 ഐറ്റം ആണല്ലേ. അപ്പോൾ 311 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 4 933 ഡിവൈഡ് ബൈ 4 എന്ന് പറയും 233.25 അല്ലേ. അപ്പോൾ 233 എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ വരും, ഈ കോളത്തിലാണ് വരുന്നത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് 6.5 എന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. 6.5. നമുക്ക് D6 ആണെങ്കിലോ, D6 ആണെങ്കിൽ 6 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 10 ഐറ്റമാണ് അല്ലേ. ഡിസൈൽസ് ആണ്, അതുകൊണ്ട് അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ 1866 ഡിവൈഡ് ബൈ 10 എന്ന് വരും അല്ലേ. അത് 186.6 ഐറ്റം അല്ലേ. 186 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 150ന് മുകളിലല്ലേ, 230ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 6 എന്ന് നമുക്ക് അത് ലഭിക്കും അല്ലേ. അപ്പോൾ D6ഉം 6 തന്നെയാണ്. ഇനി നമുക്ക് P40 നോക്കണം. P40 എന്ന് പറയുമ്പോൾ 40 ഇൻറ്റു n+1 ഡിവൈഡ് ബൈ 100 ഐറ്റമാണ് അല്ലേ. അപ്പോൾ നമുക്ക് 40 ഇൻറ്റു 311 അതായത് 12440 ഡിവൈഡ് ബൈ 10 എന്ന് കിട്ടും. 124.4 ഐറ്റം അല്ലേ. 124.4 124 എന്ന് പറയുമ്പോൾ 100നും 150നും ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 5.5 എന്ന് പറഞ്ഞ എക്സ് വാല്യൂ അല്ലെങ്കിൽ നമുക്കിവിടെ പെർസെൻറ്റേജ് കിട്ടും അല്ലേ. P40 നമുക്ക് കിട്ടുന്നതാണ് 5.5. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ ഡിസ്ക്രീറ്റ് സീരീസിൽ നമ്മൾ ഈ പാർട്ടീഷൻ വാല്യൂസ്, അതായത് മീഡിയൻ, ക്വാർട്ടൈൽസ്, ഡിസൈൽസ്, പെർസെൻറ്റേജ് ഇതെല്ലാം കാണുന്നത്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് ഈ പാർട്ടീഷൻ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.